UAEയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിലിന്റെ യാത്രാ സേവനത്തിന് ടെൻഡർ ക്ഷണിച്ചു. റെയിൽപാതയുടെ സിവിൽ ജോലികൾ, സ്റ്റേഷൻ പാക്കേജുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള നടപടിക്കാണ് തുടക്കം കുറിച്ചത്. ഇത്തിഹാദ് റെയിലിന്റെ പ്രധാന ഭാഗമായ അബുദാബി ദുബൈ അതിവേഗ പാതയാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാകുന്നത്. ഈ പാതയിലെ സ്റ്റേഷനുകളുടെ രൂപകൽപ്പനയ്ക്കും അനുബന്ധ ജോലികൾക്കുമാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത്. മെയ് 7 വരെ ടെൻഡർ സമർപ്പിക്കാം. പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ അബുദാബിക്കും ദുബൈക്കും ഇടയിലുള്ള യാത്രാ ദൈർഘ്യം 30 മിനിറ്റായി കുറയും. 2030 അബുദാബി ദുബൈ പാത പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബുദാബിയിലെ അൽസാഹിയയിൽ നിന്ന് ദുബൈയിലെ അൽ ജദ്ദാഫ് വരെ 150 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ഇതിൽ 31 കിലോമീറ്റർ തുരങ്കപാതയാണ്. അൽസാഹിയ, സാദിയാത്ത് ഐലൻഡ്, യാസ് ഐലൻഡ്, അബുദാബി എയർപോർട്ട്, അൽ ജദ്ദാഫ് എന്നിവിടങ്ങളിലാണ് സ്റ്റേഷനുകൾ. ആദ്യഘട്ടത്തെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. അൽസാഹിയ മുതൽ യാസ് ഐലൻഡ് വരെ 23.5 കിലോമീറ്റർ നീളമുള്ളതാണ് ഒന്നാമത്തേത്. യാസ് ഐലൻഡ് മുതൽ അബുദാബി ദുബൈ അതിർത്തി വരെ 64.2 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ അൽ ജദ്ദാഫിൽ നിന്ന് അബുദാബി ദുബൈ അതിർത്തി വരെ 52.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ്. അബുദാബി എയർപോർട്ട് ഡെൽറ്റ ജംഗ്ഷൻ മുതൽ അബുദാബി എയർപോർട്ട് സ്റ്റേഷൻ വരെ 9.2 കിലോമീറ്റർ വരുന്ന പാതയുടെ നിർമ്മാണമാണ് നാലാം ഘട്ടം. അബുദാബി നഗരത്തിനുള്ളിലെ 10 സ്റ്റേഷനുകളുള്ള ഇന്നർ സിറ്റി റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതാണ് ഇത്തിഹാദ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ അബുദാബിയെയും അൽ ഐനെയും ബന്ധിപ്പിക്കുന്ന പാത നിർമ്മിക്കും. ദുബൈയെയും ഷാർജയെയും അതിവേഗ പാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് നാലാം ഘട്ടം. മീഡിയ 1 ദുബൈ.